പ്രൈം ലേൺ അക്കാദമിയുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 5th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് ടേം ബുക്ക് 2ലെ 4th യൂണിറ്റാണ്. അപ്പോൾ 4th യൂണിറ്റിൻ്റെ നെയിമാണ് ദ ഹീലിംഗ് ടച്ച്. ഹീലിംഗ് എന്ന വേർഡിൻ്റെ മീനിങ് സുഖപ്പെടുത്തുക എന്നാണ്. ടച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പർശിക്കുക അല്ലെങ്കിൽ തൊടുക എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു ഹെഡിങ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ അവരെ ആശ്വസിപ്പിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു പ്രതിഫലം വേറെ എവിടെന്നെങ്കിലും കിട്ടും. അപ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് നല്ല സുഖപ്പെടുത്തുന്ന ഒരു ആശ്വാസം കിട്ടും. അതാണ് ഇവിടെ ആ ഒരു ഹെഡ്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു പിക്ചർ കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ടാവും. ആ പിക്ചറിൽ ഒരു കുട്ടിയും അവൻ്റെ അപ്പൂപ്പനായിരിക്കും അത്, അല്ലെങ്കിൽ മേ ബി വഴിയിൽ കണ്ട ഒരു സ്ട്രേഞ്ചർ ആയിരിക്കും. അവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. ആ സമയത്ത് ഈ കുട്ടി തൻ്റെ കയ്യിലുള്ള കുട എടുത്തിട്ട് അപ്പൂപ്പന് കുട പിടിച്ചു കൊടുക്കുന്നുണ്ട്. അതപ്പോൾ ചില സമയത്ത് അപ്പൂപ്പൻ്റെ കുടയായിരിക്കാം, അപ്പൂപ്പന് കഴിയാത്തതുകൊണ്ട് കുട്ടി പിടിച്ചു കൊടുക്കുന്നതാവാം. അപ്പോൾ ആ കുട്ടി ചെയ്യുന്നത് അവിടെ നല്ലൊരു കാര്യമാണ്. ആ കുട്ടിയുടെ ഹാർഡ് വർക്കാണ്, അതുപോലെ തന്നെ ഡെഡിക്കേഷനോട് കൂടി ആ കുട്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് അവിടെ പറയുന്നത്. ചില സമയത്ത് നമുക്ക് തോന്നാം അതിലെന്താ ഇത്ര പ്രത്യേകത ഉള്ളത്, പക്ഷേ ആ കുട്ടിയുടെ പ്രായം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം ആ കുട്ടി ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ് അത്. അപ്പോൾ അതിന് തൊട്ട് താഴെയായിട്ട് എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പോയത്തിലെ ഒരു ലൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ. അപ്പോൾ ആ ലൈനിൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹാർട്ട് ഫ്രം ബ്രേക്കിംഗ്, ആരെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു സങ്കടം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ആശ്വാസവാക്കുകൊണ്ട് ഹെൽപ്പ് ചെയ്താലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്താലോ ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ, നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് എന്ന് പറഞ്ഞൊരു പാഴായ ജന്മമല്ല, വെറുതെ അല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ